CPM-നെ സംഘ് പരിവാറിൻ്റെ തൊഴുത്തിൽ കൊണ്ടുകെട്ടുന്നതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിന് ഇടനിലക്കാരനാണ് MR അനിൽകുമാർ. തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ വലിയ പോലീസ് അതിക്രമം നടത്തി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് വിധി നിശ്ചയിക്കുന്നതിൽ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ വലിയ പങ്ക് വഹിക്കുന്നവരാണ്. അവർക്ക് നേരെ പോലീസ് അതിക്രമം സൃഷ്ടിക്കപ്പെട്ടു. ഇതെല്ലാം പ്ലാൻഡ് സ്റ്റോറികൾ ആയിരുന്നു. അതുകൊണ്ട് CPM-ന്റെ കേന്ദ്ര നേതൃത്വം എന്തു പറയുന്നു എന്നുള്ളതാണ് കേരളം ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഈ തൃശ്ശൂരിന് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു CPI ബലി കൊടുക്കുമെന്ന്. അന്ന് CPIയുടെ സ്ഥാനാർത്ഥിയും CPIയുടെ ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞതിനെ പരിഹസിക്കാനാണ് ശ്രമിച്ചത്. ഇതെല്ലാം ഓരോന്നും അക്കമിട്ട് കൂട്ടി വായിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ CPI-നെ ബലി കൊടുക്കും, CPM അതിനു വേണ്ടിയുള്ള അന്തർധാര ഉണ്ടായിരിക്കുന്നു. ആ അന്തർധാരയ്ക്ക് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി ഫോണിൽ പോലും സംസാരിക്കാതെ എല്ലാ അകമ്പടി വാഹനങ്ങളും ഉപേക്ഷിച്ച് മുഖ്യമന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നു. 4 നേതാക്കന്മാരൊഴികെയുള്ള എല്ലാ ജീവനക്കാരെയും അവിടെ നിന്ന് പുറത്താക്കി. മാധ്യമ പ്രവർത്തകന്മാരെ പോലും അവിടെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചില്ല. 2 ഗേറ്റുകളും അടച്ചുപൂട്ടി. ഈ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രി വന്ന് നടത്തിയ ആശയവിനിമയം തൃശ്ശൂരിലെ മാധ്യമങ്ങൾക്ക് പൂർണ്ണമായും അറിയാം. ഗേറ്റിന് പുറത്തുനിന്ന് വിഷലെടുത്ത മാധ്യമ പ്രവർത്തകന്മാരുടെ ഫയലിൽ ആ ഷോട്ടുകൾ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പീക്ക് ടൈമിലായിരുന്നു. ഈ ഡീലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളെയും മുഖ്യമന്ത്രിയെയും വ്യക്തിപരമായി ആക്ഷേപിച്ച, ഇപ്പോൾ എന്നെയൊക്കെ കുടുംബപരമായും എൻ്റെ മകളെയും എന്നെയൊക്കെ വല്ലാണ്ട് വേട്ടയാടിയ ആളെയാണ് മറുനാടൻ മലയാളിയുടെ സാജൻ സഗറിയ. മുഖ്യമന്ത്രിയെയും മകളെയും അതിരൂക്ഷമായി വേട്ടയാടി. നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ളവരും താടി വെച്ചവരുമെല്ലാം മത തീവ്രവാദികളാണെന്ന് പ്രചരിപ്പിച്ചു. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ തൻ്റെ ഓൺലൈൻ മീഡിയയെ ഭയങ്കരമായി ഉപയോഗിച്ചതാണ് മറുനാടൻ മലയാളി. ഒരു ജനപ്രതിനിധിയെ ജാതീയമായി ആക്ഷേപിച്ച് അറസ്റ്റ് വാറണ്ട് ഉണ്ടായി. ആ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുമ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കാരണം ADGP MR അജിത് കുമാറാണ്. RSSനും സംഘ് പരിവാറിന് വേണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഓൺലൈൻ മീഡിയ ഉപയോഗിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് മറുനാടൻ മലയാളി. അപ്പം അയാൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ എത്രമാത്രം മുഖ്യമന്ത്രിയുടെ മകളെ പോലും ആക്ഷേപിച്ച് കേസുണ്ട്. ഞാൻ ഉൾപ്പെടെ തൃശ്ശൂർ കോടതിയിൽ സ്വകാര്യ ന്യായം മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. 100 കണക്കിന് കേസാണ് മറുനാടൻ മലയാളിയുടെ പേരിലുള്ളത്.